ലഡാക്കിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഞാനിപ്പോൾ അൽഷി എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിന്ധു നദിയുടെ തീരത്തെ ഒരു പൗരാണിക ഗ്രാമമാണ് അൽഷി. വഴിവക്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്തൂപങ്ങൾ പലയിടത്തും കാണാം. ബുദ്ധിസത്തിന്റെ പാരമ്പര്യമാണ് അൽഷി ഗ്രാമത്തിന്റെ പ്രത്യേകത. ലഡാക്കിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധ സന്യാസി മഠമുള്ളത് ഈ ഗ്രാമത്തിലാണ്. എത്രയോ കാലമായി ഇവിടെ ബുദ്ധമത പാരമ്പര്യം പുലർന്നതിൻ്റെ തെളിവെന്ന പോലെ എവിടെ നോക്കിയാലും സ്തൂപങ്ങളാണ് കാഴ്ച. നൂറുകണക്കിന് സ്തൂപങ്ങൾ, പരമ്പരാഗത ലഡാക്കി ഭവനങ്ങൾ. മലഞ്ചെരുവിൽ അൽഷിയിലെ പഴയ കൊട്ടാരം കാണാം. എത്രയോ കാലമായി ഉപേക്ഷിക്കപ്പെട്ടു കിടന്നിരുന്ന കൊട്ടാരം ഇന്നൊരു സംരക്ഷിത സ്മാരകമാണ്. പാതയോരത്ത് കോട്ടകൾ പോലുള്ള കൂറ്റൻ മന്ദിരങ്ങൾ. കല്ലും മണ്ണും കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് എല്ലാം. 10-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സജീവമായ ഒരു ജനവാസ പ്രദേശമായിരുന്നു അൽഷി എന്നാണ് ചരിത്രം. അക്കാലത്ത് കാശ്മീർ താഴ്വരയിൽ നിന്നും സിന്ധു തടത്തിലേക്കുള്ള ട്രേഡ് റൂട്ടിലെ ഒരു ഇടത്താവളം കൂടിയായിരുന്നു ഇവിടം. 11-ാം നൂറ്റാണ്ടോടെ ബുദ്ധസന്യാസിമാർ ഒരു സുരക്ഷിത താവളമായി അൽഷിയെ കണ്ടെത്തി. അവരിവിടെ മൊണാസ്ട്രികൾ പണിതും ഗുഹകൾ വെടിപ്പാക്കിയും താമസം തുടങ്ങി. അതോടെ അൽഷിയുടെ ചരിത്രത്തിലും വഴിത്തിരിവുണ്ടാവുകയായിരുന്നു. ആ ബുദ്ധ പാരമ്പര്യം തന്നെയാണ് ഇന്ന് അൽഷിയെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമാക്കി മാറ്റിയിരിക്കുന്നത്. ഗ്രാമത്തിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയ കാറിൽ നിന്നും ഞാൻ ഇറങ്ങി. ഇനി ഈ വഴിയിലൂടെ നടക്കണം അൽഷിയിലെ ബുദ്ധക്ഷേത്രത്തിലേക്ക്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഗസ്റ്റ് ഹൗസുകളും ഹോളിഡേ ഹോമുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. വെള്ളച്ചായം പൂശിയ 2 മതിൽക്കെട്ടുകൾക്കിടയിലെ ഈ വഴിയിലൂടെ വേണം ബുദ്ധക്ഷേത്രത്തിലെത്താൻ. ബുദ്ധിസ്റ്റ് മഹാഗുരു ആയിരുന്ന റിഞ്ചൻ സോങ്പോയാണ് അൽഷിയിലെ ബുദ്ധമത പാരമ്പര്യത്തിന് തുടക്കമിട്ടതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ലാമായൂരു മൊണാസ്ട്രി നിർമ്മിച്ച അതേ കാലത്ത് തന്നെ റിഞ്ചൻ സോങ്പോ അൽഷിയിലെ മഠവും സ്ഥാപിക്കുകയായിരുന്നു. വഴിയരികിൽ മുഷിഞ്ഞ തുണികൊണ്ട് മേലാപ്പ് ചാർത്തിയ ഒരു പഴയ പ്രയർ വീൽ. ഇടയ്ക്ക് പൂത്തുലഞ്ഞു നിൽക്കുന്ന ആപ്രിക്കോട്ട് മരങ്ങൾ ഒരു കാഴ്ച. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആപ്രിക്കോട്ട് പൂവിടുന്നത്. ഇപ്പോൾ ലഡാക്കിലെവിടെയും ഇതൊരു സുന്ദര കാഴ്ചയാണ്. പൂത്തു നിൽക്കുന്ന ആപ്രിക്കോട്ട് മരങ്ങളുടെയും അവയിൽ നിന്ന് വലിച്ചുകെട്ടിയ തോരണങ്ങളുടെയും ചുവട്ടിലൂടെ ഞാൻ നടത്തം തുടർന്നു. തുണി തോരണങ്ങളിലൊക്കെ ബുദ്ധസൂക്തങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കാറ്റിൽ ഈ സൂക്തങ്ങൾ നാടുനീളെ പരക്കുമെന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ എത്തിയ ടൂറിസ്റ്റുകളാണ് മുന്നിൽ പോകുന്നത്. നടത്തം തുടരുമ്പോൾ ഒരു മതിൽ പോലെ പണിതുവച്ചിരിക്കുന്ന പ്രാർത്ഥനാ ചക്രങ്ങൾക്കരികിലേക്കാണ് എത്തുന്നത്. ഈ പ്രയർ വീലുകൾ ഓരോന്നും എത്ര തവണ കറക്കുന്നുവോ അതിനനുസരിച്ച് മനുഷ്യൻ നിർമ്മലനാവുന്നു എന്നാണ് വിശ്വാസം. പലയിടത്തും ഉയരം കുറഞ്ഞ മേൽപ്പാലങ്ങൾ. മറുഭാഗത്തെത്തുമ്പോൾ ഇവിടെയുമുണ്ട് പ്രാർത്ഥനാ ചക്രങ്ങളുടെ നിര. ഓം മാനി പത്മേ ഹും എന്ന സംസ്കൃത മന്ത്രം ആലേഖനം ചെയ്ത ചക്രങ്ങൾ. ഇത് ഓരോ തവണ കറക്കുന്നത് ഓരോ തവണ മന്ത്രം ഉരുവിടുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ചെളിയും കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച വലിയ കെട്ടിടങ്ങൾ. ഇടവഴി പിന്നെയും നീണ്ടുകിടക്കുകയാണ്. എവിടെയാണ് ക്ഷേത്രം എന്നത് സംബന്ധിച്ച് കൃത്യമായ ബോർഡോ ചൂണ്ടുപലകകളോ എങ്ങും കാണുന്നില്ല. കുറേ നടന്നു. ഒടുവിൽ കുമ്മായം തേച്ച ഏതാനും കെട്ടിടങ്ങൾക്കിടയിലൂടെ എത്തുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലേക്കാണ്. ഇതാണ് പുരാതനമായ അൽഷി ബുദ്ധക്ഷേത്രവും മൊണാസ്ട്രിയും. മുന്നിലിരിക്കുന്നയാൾ ടിക്കറ്റ് തരും. പക്ഷേ ക്യാമറയുമായി അകത്ത് കയറാൻ അനുവാദമില്ല. ഗംഭീരമായ ദാരുശില്പവേലകൾ. ക്യാമറയ്ക്ക് വിലക്കുള്ളതിനാൽ അകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാനാവുന്നുമില്ല. ഇവിടുത്തെ മറ്റൊരു കാഴ്ച ടിബറ്റൻ കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാലയാണ്. പക്ഷേ ആരും ഒന്നും വാങ്ങുന്നത് കാണുന്നില്ല. ജൂണിൽ ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്നതോടെ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കച്ചവടക്കാരൻ്റെ ഭാര്യയാവാം. ഒരു വൃദ്ധയും ഇവിടെയുണ്ട്. അവർ എൻ്റെ ക്യാമറയെ കുറച്ചുനേരം സാഗൂതം നോക്കിയിരുന്നു. പോപ്ലാർ മരങ്ങളും തളർത്തു തുടങ്ങിയിരിക്കുന്നു. മൊണാസ്ട്രി മുറ്റത്തു നിന്നും മറ്റൊരു വഴിയിലൂടെ സിന്ധു നദിയുടെ തീരം വരെ നടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അൽഷി ഗ്രാമത്തിൻ്റെ ഒരതിര് സിന്ധു നദിയാണ്.
പഴയൊരു അഗ്രഹാരം പോലെയോ തകർന്നുപോയ ഒരു പുരാതന ഗ്രാമം പോലെയോ തോന്നുന്ന ഒരു പ്രദേശം. ഗ്രാമത്തിന്റെ പടിപ്പുര സിന്ധുവിന്റെ തീരത്തേക്കാണ് തുറക്കുന്നത്. താഴെ ശാന്തമായി ഒഴുകുന്ന സിന്ധു. ഒരു വശത്ത് വലിയ പർവ്വതനിരകൾ, മറുവശത്ത് ചരൽ വിരിച്ചിട്ടിരിക്കുന്ന തീരം. നദിയിലേക്കിറങ്ങാൻ പടവുകളില്ല. ഏറെ ചുറ്റി വേണം തീരത്തേക്കിറങ്ങാൻ എന്നതിനാൽ തീരുമാനം മാറ്റി ഞാൻ തിരികെ നടന്നു. ഇവിടെ നദീതീരത്ത് വലിയ കൃഷിയിടങ്ങളുണ്ട്. ആപ്രിക്കോട്ട് തോട്ടങ്ങളാണ് മുഖ്യം. ഏതെങ്കിലും ഒരു ഗ്രാമീണനെയോ അവരുടെ ജീവിതമോ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നടക്കുന്നത്. ഇടവഴി ഇറങ്ങി ഒരു വൃദ്ധ വരുന്നു. അവരുടെ നേരെ ക്യാമറ തിരിച്ചത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അടുത്തു വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. നേരത്തെ ടിബറ്റൻ കരകൗശല വസ്തുക്കടയിൽ കണ്ട അമ്മൂമ്മ തന്നെയാണ്. അവർ ആപ്രിക്കോട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ആപ്രിക്കോട്ട് മരങ്ങളെല്ലാം പൂത്തിരിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആപ്രിക്കോട്ട് തോട്ടങ്ങൾ പൂവണിയുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആപ്രിക്കോട്ട് പഴങ്ങൾ വിളവെടുക്കുകയും ചെയ്യുന്നു. ലഡാക്കിലെ ഏറ്റവും പ്രധാന കൃഷിയാണ് ആപ്രിക്കോട്ട്. തോട്ടത്തിന്റെ ഒരതിരിലെ കെട്ടിടത്തിൽ ഡ്രാഗൂങ് ഹോം സ്റ്റേ എന്ന ബോർഡ്. അതിനരികിലെ മതിൽ കടന്ന് നമ്മുടെ അമ്മൂമ്മ മറഞ്ഞു. ഞാൻ തിരികെ കാറിലേക്ക് നടക്കുകയാണ്. വലിയ അത്ഭുതം പകരുന്ന കാഴ്ചകളൊന്നും അൽച്ചി വില്ലേജിൽ ഇല്ല. എങ്കിലും പൗരാണികമായ ഇവിടുത്തെ സംസ്കാരമാണ് പ്രാധാന്യമർഹിക്കുന്നത്. 1000 വർഷം മുൻപ് തന്നെ ഇവിടെ ഒരു ജനസമൂഹം മൺവീടുകൾക്കുള്ളിൽ വസിച്ചിരുന്നു. കാറിൽ കയറി യാത്ര തുടരുകയാണ്. ഗസ്റ്റ് ഹൗസുകളും റിസോർട്ടുകളുമൊക്കെയായി ടൂറിസ്റ്റുകൾക്ക് വേണ്ട ധാരാളം താമസ കേന്ദ്രങ്ങൾ അൽച്ചിയിലുണ്ട്. ടൂറിസ്റ്റ് സീസണിൽ മാത്രമേ അവയൊക്കെ സജീവമാകൂ. അൽച്ചിയുടെ കൃഷിയിടങ്ങളാണ് താഴെ കാണുന്നത്. നല്ല കൃഷിയിടങ്ങൾ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടമെല്ലാം പച്ചപ്പിന്റെ പുതപ്പണിയും. ചിലയിടത്ത് വലിയ വീടുകൾ. സീസണിൽ ഹോം സ്റ്റേകളും ഗസ്റ്റ് ഹൗസുകളുമായി മാറും ഇവിടുത്തെ വലിയ വീടുകളിൽ മിക്കതും. മലഞ്ചെരുവിലെ കൃഷിയിടങ്ങളെല്ലാം വിത്തിറക്കാനായി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ദൂരെ മലയിൽ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ കണ്ട കൊട്ടാരം കാണാം. ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ വലിയൊരു പ്രയർ വീൽ സ്ഥാപിച്ചിട്ടുണ്ട്. അൽച്ചിയുടെ പുതിയ ഗ്രാമഭാഗമാണിത്. ഇടവഴിയിലൂടെ ഞാൻ അല്പമൊന്ന് നടന്നു. ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു ദൃശ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നടത്തം. പക്ഷേ എവിടെയും മനുഷ്യരെ കാണുന്നില്ല. അകലെ മലഞ്ചെരുവിൽ 4 നിലയുള്ള ഒരു പഴയ കെട്ടിടം. ഓൾഡ് പാലസാണ് അത്. ലഡാക്കി രാജാക്കന്മാർ പണിത കൊട്ടാരം. വീണ്ടും നടക്കുമ്പോൾ ഒരു മൺവീടിനരികിൽ ജപമാലയും തിരിച്ചു നടക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു. ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദിയും പിടിയില്ല. ലഡാക്കി ഭാഷയിൽ എന്തെല്ലാമോ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണിത്. എനിക്കത് മനസ്സിലായില്ല. ഇതാണ് അൽച്ചിയുടെ ഗ്രാമീണർ. അവരുടെ രൂപവും വേഷവും രീതികളുമൊക്കെ അടുത്തറിയാനാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. വൃദ്ധന്റെ വീടിന് പിന്നിൽ ഒരു കാലിക്കൂടുണ്ട്. അതിൽ ആടും കഴുതയും പശുവുമൊക്കെ ഒരുമിച്ച് വാഴുന്നു. ഇവിടെ എല്ലാ വീടുകളിലും മൃഗങ്ങളെ ഇത്തരം മതിൽക്കെട്ടിനകത്താണ് വളർത്തുന്നത്. സോ എന്നറിയപ്പെടുന്ന മൃഗമാണിത്. യാക്കിനെയും പശുവിനെയും ഇണചേർത്ത് സൃഷ്ടിച്ചെടുക്കുന്ന വളർത്തുമൃഗം. വലിയ വീടുകളുണ്ട് ഗ്രാമത്തിൽ. എല്ലാ വീടിന്റെയും ഭിത്തിയോട് ചേർന്ന് കാലിക്കൂടുമുണ്ട്. ഗ്രാമക്കാഴ്ച രസമാണ്. പുരാണ സിനിമയ്ക്ക് സെറ്റിട്ടതുപോലെ ഒരു പ്രദേശം. 2011 സെൻസസ് പ്രകാരം 932 പേരാണ് അൽച്ചി ഗ്രാമത്തിൽ ആകെ ഉള്ളത്. 575 പുരുഷന്മാരും 357 സ്ത്രീകളും. പണ്ട് വലിയൊരു ജനവാസ മേഖലയായിരുന്നു അൽച്ചി. ഇന്ന് കാൽപ്പനികമായൊരു ഭാവമുള്ള അൽച്ചിയിൽ സ്തൂപങ്ങളും തകർന്ന കെട്ടിടങ്ങളുമൊക്കെയുണ്ട് കാഴ്ചയിൽ. അൽച്ചിയുടെ ഗ്രാമകവാടം കടന്ന് കാർ ഒരു മലയിറക്കം തുടങ്ങി. നേരെ മുന്നിൽ വില്ലോ മരനിരയും അല്പം പച്ചപ്പുമൊക്കെയുള്ള ഒരു പ്രദേശം കാണാം. സസ്പോൾ ഗ്രാമമാണ് അത്. സിന്ധു നദിയുടെ അക്കരെയാണ് ആ ഗ്രാമം. നദി കുറുകെ കടന്ന് ഇപ്പോൾ സസ്പോളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാർഷിക ഗ്രാമമാണ് സസ്പോൾ.
1300 ആളുകൾ മാത്രം വസിക്കുന്ന ഒരു ചെറു ഗ്രാമം. ലഡാക്കിലെ ഖൽസി ബ്ലോക്കിൽ 23 ചെറുഗ്രാമങ്ങളാണ് ഉൾപ്പെടുന്നത്. അവയിൽ പ്രധാനപ്പെട്ടതാണ് സസ്പോൾ. ലഡാക്കിൽ നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുന്ന ഒരു പ്രധാന മേഖല കൂടിയാണിത്. 12ാം നൂറ്റാണ്ടിൽ ഇവിടെ ഏതാനും ബുദ്ധസന്യാസി മഠങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് സസ്പോളിന് സമീപമുള്ള മലയിലെ ഗുഹകളിൽ സന്യാസിമാർ വരച്ചിട്ട ചിത്രങ്ങളിൽ ചിലത് ഇന്ന് സംരക്ഷിച്ചു വരുന്നുണ്ട്. പാതയോരത്ത് ആപ്രിക്കോട്ട് കൃഷിയിടങ്ങൾ, വിദൂരതയിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന മലനിരകൾ, അതിൻ്റെ പശ്ചാത്തല ഭംഗിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആപ്രിക്കോട്ട് തോട്ടങ്ങളും പോപ്ലാർ മരങ്ങളും ഗംഭീരമായൊരു കാഴ്ചവിരുന്നാണ് ഒരുക്കുന്നത്. ഹിമാലയൻ ഡെസേർട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലഡാക്കിലെ ഒരു മരുപ്പച്ചയാണ് സസ്പോൾ എന്ന് പറയാം. പച്ചപ്പിൻ്റെ ഒരു പ്രദേശം. സസ്പോൾ കഴിയുന്നതോടെ വീണ്ടും വരണ്ട മലനിരകളുടെ കാഴ്ചയാവുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദീർഘനാളുകളിലും ഇന്ത്യ സ്വാതന്ത്ര്യ സമരച്ചൂടിൽ തിളച്ചുരുകിയിരുന്ന സമയത്തും ആ ചലനങ്ങളിലൊന്നും ഭാഗമാകാതെ ലഡാക്ക് ഇവിടെ നിലനിന്നു. ഇതാണ് ലഡാക്കിൻ്റെ ചില ഭാഗങ്ങളിലെ ഭൂപ്രകൃതിയുടെ സവിശേഷത. ഹിമാലയത്തിന് മുകളിൽ ഇങ്ങനെ നിരന്ന ഭൂമിയും നേർവര പോലെ നീണ്ടുകിടക്കുന്ന പാതയുമൊന്നും ആരും പ്രതീക്ഷിക്കുന്നതല്ല. കുറേ ദൂരം യാത്ര ഇങ്ങനെയുള്ള പ്രദേശത്തു കൂടിയാണ്. നിരന്ന ഭൂമിയെ അതിരിട്ട് ചുറ്റോടു ചുറ്റും മലനിരകൾ നിൽക്കുന്നുമുണ്ട്. ഈ പീഠഭൂമി കാഴ്ച അവസാനിക്കണമെങ്കിൽ ഇനിയൊരു മലയിറങ്ങണം. കാർ ഇപ്പോൾ ബസ്ഗോ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. വൈകുന്നേരത്തെ സൂര്യപ്രകാശത്തിലാണ് താഴ്വാരത്തുള്ള ബസ്കോ ഗ്രാമവും മലഞ്ചെരുവിലെ ബസ്കോ കോട്ടയുമൊക്കെ കൂടുതൽ വ്യക്തമായി കാണുന്നത്. ലഡാക്ക് ഭരിച്ചിരുന്ന നാങ്യാൽ രാജവംശത്തിന്റെ കാലത്ത് 1680 നിർമ്മിച്ചതാണ് മലഞ്ചെരുവിൽ അക്കാണുന്ന മൊണാസ്ട്രി. അതിനും മുൻപ് 15ാം നൂറ്റാണ്ടിലാണ് ബസ്കോ കോട്ടയുടെ നിർമ്മാണം നടന്നത്. 16ാം നൂറ്റാണ്ടിൽ സജീവമായിരുന്ന ബസ്കോ പട്ടണത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ആ മലഞ്ചെരുവിലുണ്ട്. ഇവിടെ വലിയൊരു സ്തൂപവും ചെറിയ കുറേ സ്തൂപങ്ങളുമൊക്കെ കാണാം. വയലിൽ ഏതാനും സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. മറ്റെവിടെ നിന്നോ എത്തിച്ച ജൈവവളം വയലിൽ നിരത്തുകയാണ് അവർ. ലഡാക്കിലെ കൃഷിയിടങ്ങളിലെല്ലാം സ്ത്രീകൾ ജോലി ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടത്. പുരുഷന്മാരെ കൃഷിയിടങ്ങളിൽ കാണുന്നതേയില്ല. ആരോഗ്യവതികളായ ലഡാക്കി വനിതകൾ പകലന്തിയോളം വയലുകളിൽ പണിയെടുക്കുന്നു. മലയിറങ്ങി യാത്ര തുടരുകയാണ്. ആദിമകാലത്ത് 2 നാട്ടുരാജ്യങ്ങളായിരുന്നു ലഡാക്ക് എന്നാണ് ചരിത്രം. അതിലൊരു രാജ്യം ബസ്കോ ആയിരുന്നു. ഒരേ രാജവംശത്തിലെ 2 രാജാക്കന്മാർ ഭരിച്ചിരുന്ന ബസ്കോയും ലഡാക്കും പിന്നീട് ഒന്നായിത്തീരുകയും ലഡാക്ക് എന്ന് ആ രാജ്യം അറിയപ്പെടുകയും ചെയ്തു. സിന്ധുവിലേക്ക് വന്നു ചേരുന്ന ഒരു ചെറുനദിയെ കുറുകെ കടന്നാണ് യാത്ര. താഴ്വാരത്തെത്തുമ്പോൾ മലമുകളിൽ ബസ്കോ കോട്ട. ബസ്കോ ആയിരുന്നു 16ാം നൂറ്റാണ്ടിൽ ലഡാക്കിൻ്റെ തലസ്ഥാനം. ബസ്കോ ഇപ്പോൾ ലഡാക്കിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായി വളരുകയാണ്. പുരാതന കോട്ടയും മൊണാസ്ട്രികളുമെല്ലാമാണ് അതിനുള്ള പ്രചോദനം. ധാരാളം ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളുമൊക്കെ ഇപ്പോൾ ബസ്കോയിലുണ്ട്. വില്ലോ മരങ്ങൾക്കൊപ്പം നല്ല ഉയരത്തിൽ വളരുന്ന മനോഹാരിതയുള്ള മരങ്ങളുണ്ട്. പോപ്ലാർ വൃക്ഷങ്ങളാണത്. ലഡാക്കിൽ വലിയ തോതിൽ വളരുന്ന വൃക്ഷമാണ് പോപ്ലാർ. ഇതിൻ്റെ തടിയാണ് ലഡാക്കുകാർ വീടുകളുടെ മേൽക്കൂര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സായാഹ്നവേളിൽ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലഡാക്കിൻ്റെ സമ്പുഷ്ടമായ പാരമ്പര്യത്തെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. ആഹാരരീതിയിലായാലും വസ്ത്രധാരണത്തിലായാലും ആചാരങ്ങളിലായാലും ലഡാക്കുകാർക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇവിടുത്തുകാരുടെ ചികിത്സാരീതികളെപ്പറ്റി യൂറോപ്യന്മാർ വളരെ കൗതുകപൂർവ്വം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആയുർവേദവും ചൈനീസ് ചികിത്സാരീതിയും ടിബറ്റൻ ബുദ്ധമതക്കാരുടെ തത്വചിന്തയും മേളിക്കുന്നതാണ് ലഡാക്കുകാരുടെ ചികിത്സാരീതികൾ. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ജനത ആ വൈദ്യത്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ലഡാക്കിലെ വൈദ്യന്മാർ ആംചി എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധസന്യാസിമാരാണ് വൈദ്യന്മാരിൽ കൂടുതലും. നല്ല ഫലസിദ്ധിയുള്ള ലഡാക്കി വൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ്റും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്.
നെമു ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കാഴ്ച പട്ടാള ക്യാമ്പുകളുടേതാണ്. പാതയുടെ ഇരുവശത്തും പട്ടാള ബാരക്കുകൾ. നെമുവിൽ പുതിയ കാലത്തെ കുറേ കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെയുണ്ട്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ വളർന്നു വികസിച്ച ഒരു ടൂറിസ്റ്റ് സെന്ററാണ് നെമു. സിന്ധു നദിയിലും സൻസ്കാർ നദിയിലും റാഫ്റ്റിങ്ങിനെത്തുന്നവർക്ക് താമസ സൗകര്യമൊരുക്കിയാണ് നെമുവിൻ്റെ ടൂറിസം രംഗം വികസിച്ചത്. മൊണാസ്ട്രികളും ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഹെറിറ്റേജ് ടൂറിസവും കാർഷിക ഗ്രാമങ്ങളിലെ ഫാം ടൂറിസവുമൊക്കെ ഇന്ന് നെമുവിന് ലഡാക്കിൻ്റെ ടൂറിസം ഭൂപടത്തിൽ പ്രമുഖ സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. ലഡാക്ക് ഒരു പാർലമെന്റ് മണ്ഡലമാണ്. നുബ്ര, ലേ, കാർഗിൽ, സൻസ്കാർ എന്നിങ്ങനെ 4 അസംബ്ലി മണ്ഡലങ്ങളും ഇവിടെയുണ്ട്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കേരളത്തിലേതുപോലെ തന്നെ ഇവിടെയും പ്രവർത്തിക്കുന്നു. ബുദ്ധിസമാണ് ലഡാക്കിൻ്റെ മുഖമുദ്ര. ഹിമാലയത്തിലെ ബുദ്ധിസ്റ്റ് സർക്യൂട്ടിൻ്റെ കേന്ദ്രസ്ഥാനമായി ലഡാക്കിനെ മാറ്റുകയാണ് ലക്ഷ്യം. അതിനായി പഴയ മൊണാസ്ട്രികൾ നവീകരിക്കുന്നതുൾപ്പെടെയുള്ള വിപുലമായ പദ്ധതികൾക്ക് ജമ്മു-കാശ്മീർ ഗവൺമെൻറ് രൂപം നൽകിയിട്ടുണ്ട്. ലഡാക്കിൽ ആകെ 35 ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും 20-ാം നൂറ്റാണ്ടിന് മുൻപുള്ളവയാണ്. ഇവയുടെയൊക്കെ പുനരുദ്ധാരണത്തിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നുണ്ട്. 2013-ൽ 1.5 ലക്ഷം ടൂറിസ്റ്റുകളാണ് ലഡാക്ക് സന്ദർശിച്ചത്. ഒരു മ്യൂസിയത്തിനടുത്താണ് ഇപ്പോൾ കാർ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഹാൾ ഓഫ് ഫെയിം എന്ന മ്യൂസിയം. ചില പീരങ്കികളൊക്കെയാണ് ഇവിടെ എന്നെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നുഴഞ്ഞുകയറ്റം പരാജയപ്പെടുത്തുമ്പോഴും ഭീകരരെ നേരിടുമ്പോഴും വീരചരമം പ്രാപിച്ച സൈനികരുടെ സ്മരണകളിരമ്പുന്ന മ്യൂസിയമാണിത്. ഹാൾ ഓഫ് ഫെയിമിന് പിന്നിൽ നല്ലൊരു പരേഡ് ഗ്രൗണ്ട് ഉണ്ട്. ഒരു വാർ മ്യൂസിയം എന്നതിലുപരി ലഡാക്കിന്റെ സമ്പുഷ്ടമായ ചരിത്രത്തിലേക്കും പോരാട്ടങ്ങളിലേക്കും വെളിച്ചം വീശുന്ന സ്മാരകം എന്ന നിലയിൽ കൂടി ഇതിനെ ഒരുക്കാനാണ് സൈന്യം ശ്രമിക്കുന്നത്. കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ഇന്ത്യൻ സൈനികർക്കുള്ള ഒരു സ്മാരകം എന്ന നിലയിലും ഹാൾ ഓഫ് ഫെയിം ഇന്ന് പ്രശസ്തമാണ്. അവിടെ നിന്നും യാത്ര തുടർന്നു. ഞങ്ങൾ ലേ പട്ടണത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. മുൻകൂട്ടി തീരുമാനിച്ച എൻ്റെ ഇന്നത്തെ യാത്രാ പരിപാടി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഡ്രൈവർ സ്പൾബർ ആകട്ടെ എന്നെ എത്രയും പെട്ടെന്ന് ഹോട്ടലിലെത്തിച്ച് മടങ്ങിയാൽ മതിയെന്ന ചിന്തയിലാണ്. ലേയുടെ ടൗൺ സ്ക്വയറിൽ ഒന്നിറങ്ങിയിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ചായ കുടിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. കാരണം താമസിക്കുന്ന ഹോട്ടലിൽ ചെന്നു കഴിഞ്ഞാൽ ചായ പോലും കിട്ടണമെന്നില്ല. ഒടുവിൽ നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മുന്നിൽ കാണുന്നതാണ് ലേയുടെ സിറ്റി ഗേറ്റ്. ലേ പട്ടണത്തിൻ്റെ തന്നെ കേന്ദ്രഭാഗം ഇതാണ്. പക്ഷേ അതിനെ മനോഹരമായൊന്നും ഒരുക്കി വെച്ചിട്ടില്ല. പൊടിപ്പടലം നിറഞ്ഞ വൃത്തിഹീനമായ ഒരു പ്രദേശം. ടിബറ്റൻ രീതിയിൽ നിർമ്മിച്ച ഒരു പടിപ്പുര ഗോപുരം. ലഡാക്കിൻ്റെ പാരമ്പര്യവും കലയുമൊക്കെ ഇതിലുണ്ട്. ഗേറ്റിനു പരിസരത്തെ ജീവിതമൊന്ന് കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ സജീവമായൊരു പ്രദേശമല്ല ഇന്നും ഇവിടം. പ്രയർ വീലുകൾ നിശ്ചലമായിരിക്കുന്നു. ഇന്നലെ ഞാൻ കണ്ട കച്ചവടക്കാർ ഇന്നും അതാതിടങ്ങളിലിരുന്ന് തങ്ങളുടെ ജോലികൾ തുടരുന്നു. ആപ്രിക്കോട്ടും മറ്റും വിൽക്കുന്ന വൃദ്ധർ. ഗേറ്റിനു സമീപം നിരന്നു നിൽക്കുന്ന സ്തൂപങ്ങൾ, പ്രയർ വീലുകൾ. ബുദ്ധമത സംസ്കൃതിയുടെ നാടായ ലഡാക്കിൻ്റെ ഒരു പരിച്ഛേദമാണ് ലേയുടെ ഈ നഗരഹൃദയം. മഞ്ഞുകാലം കഴിഞ്ഞ് മറ്റൊരു ടൂറിസ്റ്റ് സീസണിലേക്ക് ലേ ഉണരാനിരിക്കുന്നതേയുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ ലേ പാലസ് കാണാം. അവിടെ ഒന്ന് കയറണമെന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നിനി അവിടേക്ക് പ്രവേശിക്കാനാവില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ ആദ്യം കൊട്ടാരത്തിലേക്ക് തന്നെ പോകാമെന്ന് ഞാനും സ്പൾബറും കൂടി തീരുമാനിച്ചു. ലഡാക്കിന്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന 9 നിലയുള്ള കൊട്ടാരം. ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. നേരം 6 മണി കഴിഞ്ഞെങ്കിലും വെയിൽ ചാഞ്ഞിട്ടില്ല. വേനൽക്കാലമായാൽ ഇവിടെയുള്ള ഗുണം ഇതാണ്. നല്ല വെയിലുണ്ടാവും. പക്ഷേ സന്ധ്യയാവുന്നതോടെ നല്ല തണുപ്പ് പടരും. രാത്രിയിൽ -5 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ താഴും താപനില. ഹോട്ടൽ പെയിന്റ് അടിച്ചും ബൾബ് മാറിയിട്ടുമൊക്കെ പുതിയ സീസണിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ സ്പൾബറെ തിരികെ അയച്ച് ഹോട്ടൽ മുറ്റത്തേക്ക് കയറി.
കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലാത്ത ഹോട്ടലാണ് റോയൽ ലഡാക്ക് എന്ന് പറയാതെ വയ്യ. രാത്രിയിൽ കൊടും തണുപ്പിൽ കറണ്ട് ലാഭിക്കാനായി പവർ തന്നെ ഓഫാക്കി കളയും ഇവർ. ഇന്നലെ എനിക്ക് കൊടും തണുപ്പിൽ ഉറങ്ങാനാവാത്ത രാത്രി തന്നെയായിരുന്നു. റൂം ഹീറ്റർ ഇല്ലാതെ ഇവിടെ ഒരു രാത്രി കൂടി എനിക്ക് കഴിച്ചുകൂട്ടേണ്ടിയിരിക്കുന്നു. ആ വെല്ലുവിളി നേരിടാൻ ഞാൻ ഒരുങ്ങി.